ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. നിങ്ങളുടെ പുതിയ ഉത്തരാധികാരി ശേഷ മത്സ്യകന്യക പ്രീതി. അന്നേരം മത്സ്യങ്ങളെല്ലാം ഞെട്ടി. നമ്മുടെ മത്സ്യലോകത്തിന്റെ ഉത്തരാധികാരി പ്രാർത്ഥനയാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ തുടർന്നപ്പോൾ പ്രത പറഞ്ഞു, അതെ, ആയിരുന്നു. പക്ഷേ ഇനി ഈ മത്സ്യലോകം ഭരിക്കുന്നത് പ്രീതിയായിരിക്കും. പ്രീതിയാണ് ശേഷ മത്സ്യകന്യക, അല്ലാതെ പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയ്ക്ക് മത്സ്യലോകത്തെക്കാളും ഉത്തരവാദിത്തമുള്ള മറ്റൊരു ഇടമുണ്ട്. പ്രത ഇത്രയും പറഞ്ഞപ്പോൾ എല്ലാ മത്സ്യങ്ങളും പ്രീതിയെ വണങ്ങി. 5 വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയ ഇത്രയും കാര്യങ്ങൾ ഓർത്തെടുക്കവേ പെട്ടെന്ന് പ്രീതി സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു. ശേഷം പ്രതയുടെയും ഋഷിയുടെയും ഫോട്ടോ നോക്കി പിന്നീട് ഇസമോളയും കൂട്ടി മുകളിലത്തെ റൂമിലേക്ക് പോകാൻ തുടങ്ങി. അന്നേരം അവിടേക്ക് രഘു വന്നു. നിനക്ക് മതിയായില്ലേ പ്രീതി? ഇനിയും എന്തിനാ എൻ്റെ മോളെയും കൂടി നിന്റെ വഴിയിലേക്ക് നീ കൊണ്ടുപോകുന്നത്? എൻ്റെ മോളെയെങ്കിലും എനിക്ക് തന്നൂടെ? നിന്നെപ്പോലൊരു സ്ത്രീയോട് സംസാരിക്കാൻ പോലും എനിക്ക് അറപ്പാണ്. പക്ഷേ എൻ്റെ മോൾക്ക് വേണ്ടി ഞാനിതാ നിന്റെ മുന്നിൽ മുട്ടുകുത്തുന്നു. ഇത്രയും പറഞ്ഞ് രഘു പ്രീതിയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് അവളുടെ കാൽക്കൽ വീണു. ഞാൻ നിന്നെ ഒരു രീതിയിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്നെ ചതിച്ചത് നീയാണ്. ഒരു തവണയെങ്കിലും നിനക്കെന്നോട് എല്ലാം തുറന്നു പറയാമായിരുന്നു. പക്ഷെ നീ എന്നെ ചതിച്ചു. അതൊന്നും എനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. എന്നോട് അതെല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ അത് ക്ഷമിച്ചേനെ. ഇത്രയും പറഞ്ഞ് രഘു പ്രീതിയുടെ മുന്നിലിരുന്ന് കരഞ്ഞു. അത്ര നേരം ദേഷ്യത്തിൽ നിന്ന പ്രീതി അന്നേരം പെട്ടെന്ന് കരഞ്ഞു. മിസ്റ്റർ രഘുവീർ, നിങ്ങൾ എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാം. ഒരു ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് വിശ്വാസമാണ്. അത് നമുക്ക് 2 മക്കളായിട്ട് പോലും നിങ്ങൾക്കുണ്ടായിരുന്നില്ല. ആരോ പറഞ്ഞ വാക്കിൻ്റെ പേരിൽ കൂടെ ജീവിക്കുന്ന എന്നെ അവിശ്വസിച്ച നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? സത്യങ്ങൾ പറയാൻ ഒരവസരം എനിക്ക് നിങ്ങൾ തന്നുവോ? ഇല്ലല്ലോ. എന്നെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ പടിയിറക്കി വിട്ടില്ലേ? ഒരു പട്ടിയെ ആട്ടി ഇറക്കും പോലെ എന്നെ അടിച്ചിറക്കി വിട്ടിട്ട് ഇന്ന് എന്തിനാ ഈ നാടകം? ഒന്നും കാണാനും കേൾക്കാനും എനിക്ക് വയ്യ. ഇപ്പോൾ ഈ നിമിഷം രഘുവീർ അലാവത്ത്, നിങ്ങൾ കേട്ടോ? നമുക്ക് എത്രയും വേഗം ബന്ധം പിരിയണം. എനിക്ക് ഇനി പേരിന് പോലും ഇങ്ങനെ ഒരാളുടെ പേര് എൻ്റെ കൂടെ വേണ്ട. എനിക്ക് ആ പഴയ പ്രീതിയായാൽ മതി. ഒരു രഘുവീറിൻ്റെയും ഭാര്യ പദവി വേണ്ട. നിങ്ങൾ എന്നെ ഇത്രയ്ക്കും വെറുക്കാൻ മാത്രമൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല. സത്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാലം വരും. അന്ന് നിങ്ങൾ ദുഃഖിക്കും. ഓർത്തോ? ഒന്നുകൂടി പറയാനുണ്ട് രഘുവീർ. എന്നിൽ നിന്നും നിങ്ങൾ വേർപെട്ടെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കൊന്നും ജീവിക്കണ്ട. നിങ്ങളൊരു വിവാഹം കഴിക്കണം. എന്താണ് എൻ്റെ തീരുമാനമെന്ന് ഞാൻ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് പറയാം. എന്തായാലും ഈ ഏടാകൂടുകളെല്ലാം കഴിഞ്ഞിട്ടേ ഇനി നിങ്ങൾ പോകാവൂ. എല്ലാം ഇതോടെ തീരണം. ഇത്രയും പറഞ്ഞ് പ്രീതി കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. റൂമിലേക്ക് പോയ പ്രീതി കണ്ണാടി നോക്കി പൊട്ടിക്കരഞ്ഞു. എന്തിനായിരുന്നു ഭഗവാനെ എന്നെ ഇത്രയ്ക്കും പരീക്ഷിച്ചത്? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു?